മാമ്പഴം പഴുത്ത് വീഴുന്ന സമയമായി നല്ല അതിശക്തമായ മഴയും തുടങ്ങി. എന്നാൽ ഈ മാമ്പഴമൊക്കെ നമുക്ക് എത്ര കഴിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. മൂവാണ്ടൻ മാങ്ങ കഴുകി വൃത്തിയാക്കി ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നതിന് ശേഷം ഒരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2 അച്ച് ബെല്ലവും കൂടി ഉരുക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഈ ഒരു ബെല്ലപ്പാനിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു മാമ്പഴം, അപ്പോൾ ഞാൻ ഉള്ളിൽ വല്ല കേടെന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ട്. ഇനിയിപ്പോൾ കേടില്ലാത്ത മാമ്പഴമാണെങ്കിൽ മുഴുവനോടെ ഇട്ടാലും മതി കേട്ടോ. അത് നന്നായിട്ട് ബെല്ലപ്പാനി കിടന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 4-5 പീസ് ചുക്ക്, ഇത് കണ്ടില്ലേ ഉണങ്ങിയ ഇഞ്ചിയാണ് കേട്ടോ. ആ ഉണങ്ങിയ ഇഞ്ചിയും കൂടി നന്നായിട്ട് ഇടികല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മാങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ ബെല്ലപ്പാനിയിൽ കിടന്നൊന്ന് വരണ്ട് കുറുകി വരണം. ഇത് നന്നായിട്ട് ഈ ബെല്ലപ്പാനി പൂർണ്ണമായിട്ടും എന്താ പറയുക, വരണ്ട് പൂർണ്ണമായിട്ടും വറ്റി വരുന്നത് വരെ വെക്കണം ഈ ഒരു ഇത്. എന്നാൽ ഇത് ചാറോട് കൂടി കഴിക്കാനായിട്ടും അതിഗംഭീര രുചിയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ചാറോട് കൂടിയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ധാരാളം മാങ്ങയൊക്കെ ഉള്ളവർ, ഇപ്പോൾ മാങ്ങക്കാലം ഈ മഴക്കാലത്തിനൊപ്പം തന്നെ മാങ്ങക്കാലവും തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇത് നമുക്ക് എത്ര തന്നെ കഴിച്ചാലും നമ്മളെ വയറിന് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വരാതെ പോലെ കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക്